ആരാ? അച്ഛനോ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പറയാം. ഒരു മിനിറ്റ് ഇപ്പൊ പറയാം. കേരളക്കര സങ്കടത്തിൽ നിന്ന് മാറി വരുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം കേരളക്കരയുടെ സങ്കടങ്ങൾ കുറച്ച് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും വേറൊരു കേസ് വന്നിരിക്കുന്നതാണ്ടല്ലേ. ആ കുഞ്ഞ് പറയുന്ന പേര് നോക്കി, ആ കുഞ്ഞിൻ്റെ മേത്ത് തിളച്ചവെള്ളം വേണ്ടിയിരിക്കണം. ആ കുഞ്ഞ് പറഞ്ഞിട്ട് പേര് നോക്കി, അച്ഛനാണ് മേത്ത് വെള്ളം ഒഴിച്ചതെന്നാണ് ആ കുട്ടി പറയുന്നത്. അച്ഛൻ അവിടെ ഇല്ല, ആ കൂട്ടത്തിൽ അച്ഛനില്ല. അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ തപ്പിത്തടയുന്നുണ്ട്. ആ കൊച്ച് സത്യമായിട്ടും ആ കൊച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സത്യം തന്നെയായിരിക്കും. കാരണം ആ കൊച്ചിനിങ്ങനെ ആളുടെ പെടുത്തിവിട്ട് ആ കൊച്ചിനൊന്നും കിട്ടാനൊന്നുമില്ല. ഇപ്പോൾ രാജമാണിക്യത്തിൽ പറയുന്ന ആ കൊച്ചിനൊന്നും കിട്ടാനൊന്നുമില്ല. ആ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആ കൊച്ചിന് എന്ത് കിട്ടാൻ പോണ്? കള്ളപ്പേരിലുണ്ടാക്കി. അത് കൊച്ചാണത്. ആ കള്ളപ്പേര് കിട്ടാനൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് മേലുള്ള അക്രമങ്ങൾ വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളെ ജനിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ ടെസ്റ്റിന് കൊണ്ടുവരുമ്പോഴൊക്കെ കുഞ്ഞിനെ കറക്റ്റായിട്ട് ബോഡി ഫുള്ള് പരിശോധിപ്പിക്കുക. നിങ്ങൾക്ക് മേൽ എന്തെങ്കിലും പീഡനങ്ങൾ ഏൽക്കുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. പ്രോപ്പറായിട്ട് അതുങ്ങൾ ഒരു കുഞ്ഞുങ്ങൾ ഒന്ന് ജസ്റ്റ് വളരുന്നവരെയും ആ പ്രോപ്പറായിട്ട് ചെക്കിങ് വരിക. അത് കണക്ക് സ്കൂളിൽ ഞാൻ പറയുന്ന 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ടീച്ചർമാർ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുക. കാരണം വീട്ടിൽ നിന്നും അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ രണ്ടാനച്ഛനിൽ നിന്നോ രണ്ടാനമ്മയിൽ നിന്നോ എങ്ങനെയൊക്കെയോ പീഡനങ്ങൾ കുഞ്ഞുങ്ങൾ ഏറ്റെടു പറയുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ പുറത്ത് പറയുന്നില്ല പലതും. നമുക്ക് ആ കുഞ്ഞിൻ്റെ അത് തന്നെ കണ്ടില്ല. കുഞ്ഞു എന്തുവാണ് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ആ അഷ്കർ എന്ന് പറഞ്ഞ ക്രിമിനൽ, ഞാനിത് വേറൊരു വീഡിയോ കാണിച്ചത്. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഒരു തെരുവിൽ ജീവിക്കുന്നൊരു സ്ത്രീയാണ്. ആ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടോ? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയും. ആ കുഞ്ഞിനെ ആ സ്ത്രീ എന്തുവാ ആ ഒരു കഷ്ടപ്പാടിലും ആ ദുരിതത്തിലും ആ കുഞ്ഞിനെ കളിപ്പിക്കാൻ ആ അമ്മ എന്തും വേണ്ടി പാടുപെടുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ആ കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് അമ്മ, അല്ലേ? അപ്പം എന്താ പറയുക, നമുക്ക് സൗകര്യങ്ങളല്ല നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞ സാധനം. സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് സ്നേഹം ഉണ്ടാകണമെന്നില്ല. ആ കുഞ്ഞിനെ ആ അമ്മ എത്രമാത്രം ഒരു ദുരിതത്തിൽ നിന്നുകൊണ്ടാണ് ആ കുഞ്ഞിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ നോക്കുന്നത്. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞു, നമ്മുടെ അടുത്ത തലമുറയാണ് അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.